ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടൊരു വട ഉണ്ടാക്കിയാലോ? ഇത് കാണുമ്പോൾ ഉഴുന്നുവടയൊക്കെ പോലെ ഉണ്ടല്ലേ? ഇത് ഉഴുന്നുവടയല്ല, ഇത് റവ വെച്ചിട്ടുണ്ടാക്കിയൊരു വടയാണ്. അപ്പോൾ ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പി ഉള്ള നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയേക്കെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തേക്കുന്നത്. 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയത്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാളയുടെ ഒരു ഹാഫാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് കളറ് മാറുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതിയേ. ഇപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഇത്രയും മൂത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ പാനിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് ഇനി അത് മൂത്ത് പോകും. അതുകൊണ്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തത് അതിൻ്റെ ഇരട്ടി, ഇപ്പോൾ 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം വെച്ച് ഒന്ന് തിളപ്പിക്കണേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാമേ. അപ്പോൾ ഇതൊന്ന് വെള്ളം വറ്റി കുറുകി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം, പച്ചമുളകും കറിവേപ്പിലയും കൂടെ. തേങ്ങ ഇപ്പം ഇട്ട് കൊടുക്കണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു മാവ് പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകവേ. അപ്പം വിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് തേങ്ങ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ, തണുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ഒരു ഒട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും. അത് കുഴപ്പമില്ല, നമ്മൾ കയ്യിൽ വെള്ളം നനച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒട്ടൽ കുഴപ്പമില്ല. നമ്മൾ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ അത് കയ്യിൽ ബോൾസ് ആക്കി എടുത്താൽ മതി.
അതവിടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചട്ടി അല്ലെങ്കിൽ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നല്ല ഫ്ലെയിമിൽ, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഓൾറെഡി ഇതെല്ലാം കുക്ക്ഡ് ആണല്ലോ. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാതിരിക്കും. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കയ്യിൽ വെള്ളം ഒന്ന് നനച്ചിട്ട് നമ്മൾ അതിങ്ങനെ ബോൾസ് ആക്കി എടുത്ത് കയ്യിലിങ്ങനെ വെച്ചൊന്ന് ഒരു ഷേപ്പ് ചെയ്തിട്ട് ഇനി എൻ്റെ നടുക്ക് ഹോൾ ഇടുമ്പോഴും നമ്മൾ കയ്യിലൊന്ന് വിരലിലൊന്ന് കുറച്ച് വെള്ളം മുക്കിയിട്ട് ഹോള് ഇട്ട് കൊടുത്താൽ മതി.